ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം റോമർക്കെഴുതിയ ലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 7-ാം വാക്യം. യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. ഗ്രീസിലെ ഏതൻസ് നഗരത്തിന് പടിഞ്ഞാറായിട്ടാണ് കൊരിന്ത് എന്ന പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. പുരാതനമായ ഈ തുറമുഖ നഗരം ഗ്രീസിന്റെ പ്രകാശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. സമുദ്ര വാണിജ്യത്തിന് വളരെ പേര് കേട്ടിരുന്ന ഒരു നഗരമായിരുന്നു ഇത്. മാത്രമല്ല, ഇറ്റലി, സ്പെയിൻ എന്നീ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്കും ഈജിപ്റ്റ് തുടങ്ങിയ പൗരസ്ത്യ ദേശങ്ങൾക്കും വാണിജ്യ സാംസ്കാരിക സംഗമത്തിനുള്ള വേദി കൂടെയായിരുന്നു കൊരിന്ത് എന്ന ഈ പട്ടണം. പൗലോസ് അപ്പോസ്തലൻ തന്റെ 2-ാം സുവിശേഷ പര്യടനത്തിൽ 18 മാസക്കാലം കൊരിന്തിൽ പാർക്കുകയും അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തു. കൊരിന്തിൽ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. ആ സിനഗോഗിനടുത്ത് താമസിച്ചിരുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു യുസ്തോസ്. അന്നത്തെ കാലത്ത് യവനരുടെയും റോമാക്കാരുടെയും ഇടയിൽ പ്രാധാന്യം അർഹിച്ചിരുന്ന ഒരു പേരായിരുന്നു യുസ്തോസ് എന്നത്. ഈ പ്രഭാതത്തിൽ യുസ്തോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, ദൈവഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു യുസ്തോസ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 വ്യക്തികൾക്ക് ഈ പേരുള്ളതായിട്ട് കാണപ്പെടുന്നു. നീതിമാൻ, ധർമ്മശീലൻ എന്നൊക്കെയാണ് യുസ്തോസ് എന്ന പേരിൻ്റെ അർത്ഥങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ശീലാസും തിമോഥെയോസും മക്കദോന്യയിൽ നിന്ന് വരികയും പൗലോസിന്റെ വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു കർത്താവിനെ അവിടെ പ്രസംഗിക്കുകയും സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കൊരിന്ത് പട്ടണത്തിലെ ധാരാളം ജനങ്ങൾ ഇത് കേട്ട് ദൈവനാമത്തെ ദുഷിക്കുകയും അവർ അവരുടെ വസ്ത്രം കുടഞ്ഞു കളയുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഈ അപ്പോസ്തലന്മാർ ചെയ്യുന്നത്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ, ഞങ്ങൾ നിർമ്മലർ എന്ന് പറയുകയും ഇനിയും ഞങ്ങൾ ജാതികളുടെ അടുക്കൽ പോയി സുവിശേഷം പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുക്കൽ നിന്നും അവിടുന്ന് വിജാതീയരുടെ അടുക്കലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ ജനങ്ങളുടെ മധ്യത്തിൽ, അതായത് അപ്പോസ്തലന്മാരെ ദുഷിച്ചതായ മനുഷ്യരുടെ മധ്യത്തിൽ ആ ദൈവവചനം കേട്ട് ദൈവത്തെ ഭക്തിയോടെ ആരാധിച്ച മനുഷ്യനായിരുന്നു യുസ്തോസ്. ഇത്തരത്തിലെ ജനങ്ങൾക്കിടയിലും ദൈവഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായ യുസ്തോസ് എന്ന വ്യക്തിയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ഇതിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിന് എക്കാലവും ജീവനും ചൈതന്യവും ഉള്ളതായി മറ്റുള്ളവരെ തീർക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമതായിട്ട്, ശുശ്രൂഷയ്ക്ക് പിന്തുണ നൽകിയവർ. ഇദ്ദേഹം പൗലോസിനും അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൊരിന്തിൽ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി യുസ്തോസ് തൻ്റെ ഭവനം തുറന്നു നൽകുകയാണ് ചെയ്യുന്നത്. അക്കാലത്ത് ധാരാളം വീട്ടുസഭകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവസേവനത്തിനായി സ്വന്തം വീട് സമർപ്പിച്ച വ്യക്തിയും അതിഥി സ്നേഹമുള്ള വ്യക്തിയുമായിരുന്നു യുസ്തോസ്. കൊരിന്തിലുണ്ടായിരുന്ന യഹൂദന്മാർ പൗലോസിനെ എതിർത്തപ്പോൾ യുസ്തോസ് പൗലോസിനെയും കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെയും തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി അവരെ സൽക്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വളരെയേറെ പിന്തുണ നൽകിയ വ്യക്തിയായിട്ട് നമുക്ക് യുസ്തോസിനെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, യുസ്തോസിനെ പോലെ ദൈവഭക്തരും ദൈവത്തെ ഭയപ്പെടുന്നവരും ആയി തീരുവാനായിട്ടും ദൈവിക ശുശ്രൂഷകൾക്കായി വലിയ പിന്തുണകൾ നൽകുന്നവരായിട്ടും തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ തന്നെ നമ്മെയും നമ്മുടെ സകലതിനെയും ദൈവിക ശുശ്രൂഷകൾക്കായി കർത്താവിന് വേണ്ടി സമർപ്പിക്കാനും സാധിക്കണം. അത്തരത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യുസ്തോസിനെ പോലെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് പിന്തുണ നൽകുവാനും അങ്ങയെ ഭയപ്പെടുന്നവരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.